എനിക്ക് 2 മക്കളാണ്. മോള് ദേവിക, മോൻ ദീപക്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ കൃഷിയിലേക്കൊക്കെ ഇത്ര താല്പര്യം? ഇത്ര ചെറിയ പ്രായത്തിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലാ? 7 അല്ലേ? എങ്ങനെയാണ് ഇത്ര കൃഷിയിലേക്ക് ഇത്ര താല്പര്യം വന്നത്? അത് കോവിഡ് ടൈമില് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഈ കൃഷി ഒന്ന് ഗ്രോ ബാഗുകളിൽ ചെയ്തു നോക്കി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബോട്ടിൽ ആർട്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തു. അതൊക്കെ പത്രത്തിൽ വന്നായിരുന്നു അന്ന്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഒരു 7 സെന്റ് പാട്ടത്തിനെടുത്ത് അവിടെ കൃഷി ചെയ്യുവാണ്. ദീപക്കാണോ? അടിപൊളി. 7ാം ക്ലാസ്സുകാരൻ 7 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്തു. എന്തൊക്കെയാ കൃഷി ചെയ്യണേ അവിടെ? ഇപ്പോൾ ആപ്പിൾ കോവൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ആ കോവലും പിന്നെ പയറുകളുമാണ് ചെയ്യണത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ ടൈപ്പ് പയറുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യണത്. പിന്നെ ബീൻസ് കുറച്ചുണ്ട്. അത് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഫസ്റ്റ് ഈ പയറിനും 10 മണിക്കും എല്ലാത്തിനും വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോവും. എന്നിട്ട് വൈകിട്ട് പോയിരുന്നിട്ട് കുറച്ച് നേരം ഇതിൻ്റെ ഒപ്പമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ട്യൂഷന് പോകും. രാവിലെ 5:30 ആ സമയത്ത് എണീക്കും. വലിയ സന്തോഷത്തിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് സ്കൂളിലൊക്കെ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞു ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇതെല്ലാം പയറൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ടീച്ചർമാരൊക്കെ വാങ്ങും. എൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാം ഇതെല്ലാം എല്ലാ ടീച്ചർമാർക്കും കൊടുക്കണത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്. അനു കുര്യാക്കോസ് എന്ന് പറയുന്നത് എൻ്റെ ടീച്ചറാ. കൂട്ടുകാരൊക്കെ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ അവാർഡൊക്കെ കിട്ടിയല്ലോ, കൂട്ടുകാരൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? അവർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടോ? അവർക്ക് കുറച്ച് പേർക്കൊക്കെ കൃഷിയിലോട് താല്പര്യമുണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങളും കുറച്ച് വീട്ടിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ. അപ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വിത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവരും കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന്റെ അവാർഡല്ലേ കിട്ടിയത്? ഇനിയിപ്പോ അടുത്ത സ്റ്റേറ്റ് അവാർഡിലേക്കുള്ള ഒന്നാണ് അല്ലെങ്കിൽ ജില്ലാ അവാർഡ്? ഏതാണ് നോക്കണേ? രണ്ടും നോക്കണ്ട്. അപ്പൊ ഗംഭീരമായിട്ട് വരട്ടെ. എപ്പിസിയ ബിഗോണിയ വെറൈറ്റീസ്. ബിഗോണിയ നമുക്കൊരു 10-200ഓളം വെറൈറ്റി ബിഗോണിയകളുണ്ട്. ബിഗോണിയ വെറൈറ്റി, ആഫ്രിക്കൻ വയലറ്റ്, അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഈ ഒരു സീസൺ ആകുമ്പോൾ നമുക്ക് 10 മണി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടമ്മമാർക്കും, ഒരുപാട് പ്രയാസങ്ങളുള്ള വീട്ടമ്മമാർക്കും കുറച്ചൊരു കഠിന പ്രയത്നം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നൊരു തൊഴിലാണ് 10 മണി. എൻ്റെ പേര് മേരി ഷിബ. ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ പട്ടിമറ്റം റൂട്ടിൽ മംഗലത്ത് നട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ഇവിടെ 1 വർഷം കഴിഞ്ഞ് ഇവിടെ താമസമായിട്ട്. ഞാൻ 3-4 വർഷം കൊണ്ട് 10 മണി ചെയ്ത് വരുന്നു. അതൊരു 17 വർഷം കൊണ്ട് വാടക വീട്ടിലായിരുന്നു. അതിനുശേഷം എനിക്കൊരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അസുഖമുണ്ട്, ഫൈബ്രോമയാൽജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓർമ്മയ്ക്കൊക്കെ പ്രശ്നം വരാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തേണ്ടി വന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെടിയുടെ ലോകത്തേക്ക് ഇറങ്ങിയത്. ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങിയത് 10 മണിയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചെറിയ വരുമാനത്തിൽ നിന്നും ഏതൊരു വീട്ടമ്മമാർക്കും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ് 10 മണി വളർത്തൽ. അതുകൊണ്ടാണ് 10 മണിയിലേക്ക് തന്നെ ഞാൻ തിരിയാൻ കാരണം. അപ്പോൾ ഒരു 4 വർഷം മുമ്പ് 25 സെൻറ്റ് വസ്തുവിലാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 10 മണി ചെയ്തിരുന്നത്. അന്ന് 150ഓളം വെറൈറ്റീസാണ് ഞാൻ ചെയ്തിരുന്നത്. ആ വർഷം എനിക്ക് 10 മണി സെയിലിൽ നിന്നും കിട്ടിയ ഒരു 3.5 ലക്ഷം രൂപ മൂലധനം, അതും കൂടി വെച്ച് ആണ് ഞാൻ വസ്തു മേടിക്കുന്നത്. ബാക്കി ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ ഈ വീട് വെച്ച് വസ്തു മേടിച്ച് ഇവിടം വരെ എത്തിയത്. അപ്പോൾ നിലവിൽ ഒരുപാട് കടബാധ്യതകളുണ്ടെങ്കിലും നമ്മൾ
ഈ ചെടി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഉപജീവന മാർഗം. അതിൽ സീസണിനനുസരിച്ച്, അതായത് ഒരുപാട് വിലയുള്ള ചെടികളല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നവംബർ മുതൽ മെയ് വരെ 10 മണി. അത് ഈ വർഷം 10 മണി ചെയ്തേക്കുന്നത് നമ്മൾ പോർഷൻ തിരിച്ചാണ്. ടെറസിൻ്റെ മുകളിൽ 10 മണി ചെയ്തിട്ടുണ്ട്. 10 മണിയും പച്ചക്കറിയും എൻ്റെ മോൻ്റെ ജോലിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പം സ്ഥലപരിമിതി കാരണം ടെറസിൻ്റെ മുകളിലാണ് ഈ വർഷം ചെയ്തേക്കുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമ്മൾ 10 മണി ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് സ്ഥലം പാട്ടത്തിനെടുത്തും അല്ലാതെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏറ്റവും കുറച്ച് സ്ഥലത്താണ് ചെയ്തേക്കുന്നത്, ഒരു 700 സ്ക്വയർ ഫീറ്റിൽ. നമ്മളിപ്പോൾ 10 മണി എത്ര വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ടുലുക്ക, പർസലയൻ, ടിയാര, ടൈഗർ സ്ട്രിപ്പ്, റോയൽ മജന്ത, സീറ്റി യെല്ലോ, ലോലിപോപ്പ്, ഐസ്ക്രീം, ഇങ്ങനെ എല്ലാ വെറൈറ്റി, ജംബോ, ഇങ്ങനെ എല്ലാ വെറൈറ്റികളുമായിട്ട് ഒരു 130ഓളം ടൈപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവരൊക്കെ ഇന്ത്യക്കാരാണോ? ഇവരിൽ ഇന്ത്യക്കാരാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്കറിയില്ല. നമുക്ക് പണ്ട് കാലത്ത് നമുക്ക് നാട്ടിലുണ്ടായിരുന്നത് നാരോ ലീഫ് വരുന്ന പോർട്ടുലുക്ക എന്ന് പറയുന്ന 10 മണി. അതൊരു 3-4 ഐറ്റമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പർസലൈൻ വെറൈറ്റി, അതായത് റൗണ്ട് ഷേപ്പുള്ള ഇലയുള്ളത് വന്നു തുടങ്ങിയത്. ഇപ്പോൾ അതിൽ തന്നെ ആദ്യകാലങ്ങളിൽ അത് പ്ലെയിൻ കളറുകളായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100ഓളം ഷെയ്ഡുകൾ തന്നെ അതിൽ വരുന്നുണ്ട്. ഇത്രയ്ക്ക് ഷെയ്ഡുകൾ ഓരോ വർഷവും പോളിനേഷൻ നടന്ന് പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുവാണ്. ചേച്ചി ഇതൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? ഇത് സെയിൽ ചെയ്യുന്ന ഓരോ വർഷവും പുതിയ പുതിയ വെറൈറ്റികൾ ആയി കിട്ടുന്ന സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ പോളിനേഷൻ നടന്ന് പല കളറുകളും കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കളറുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സെയിൽ ചെയ്യുന്നത് പോലെ അവരുടെ കയ്യിലുള്ള കളറുകളും അവർ സെയിൽ ചെയ്യുമ്പം നമ്മളിങ്ങോട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ചെയ്യാനായിട്ട്. സാധാരണ ഈ 10 മണി ചെയ്യുന്ന ആൾക്കാരുടെ അധികം കേട്ടിട്ടില്ല. ഇപ്പം ചേച്ചി എന്താ ഇതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാരണം? ഇത് ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മൊത്തം ചെയ്യേണ്ട ഒരു ചെടിയല്ല ഇത്. അത് നമുക്ക് മഴയില്ലാത്തൊരു സീസൺ, നവംബർ മുതൽ മെയ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത്രയും നാൾ ചെറിയ ഒരു എമൗണ്ടിൽ നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും 10 മണി ചെയ്യുന്നത്. നമുക്ക് ഒരു 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഏതൊരു വീട്ടമ്മമാർക്കും ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് 10 മണി വളർത്തൽ. അതും വളരെ കുറച്ച് നമുക്ക് നവംബർ മുതൽ മെയ് വരെ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ. അപ്പോൾ 1000 രൂപയ്ക്ക് നമ്മളിപ്പോൾ ഇവിടെ 130ഓളം വെറൈറ്റീസ് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു കളറിൻ്റെ 2 തണ്ട് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊറിയറിൽ മേടിക്കുന്ന ഒരു വ്യക്തി കൊറിയറിൽ മേടിക്കുവാണെങ്കിൽ ആ കൊറിയറിൽ മേടിച്ച് കഴിഞ്ഞ് അത് നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 ദിവസം തൊട്ട് തന്നെ ഫസ്റ്റ് തലപ്പ് ആദ്യത്തെ കട്ടിങ് നമുക്ക് എടുത്ത് തുടങ്ങാം. അപ്പോൾ അത് ഇനി ഒരാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കട്ടിങ് കിള്ളിക്കഴിഞ്ഞാൽ തൊട്ടടുത്തത് വരുന്നത് 4 സൈഡിൽ നിന്നും പൊട്ടിക്കിളിച്ച് വരിക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിനായിട്ടൊരു കാര്യമുണ്ട്, അയ്യോ ഇത് ഇത്രയും സെൻസിറ്റീവ് പ്ലാന്റ് അല്ലേ, അപ്പോൾ നമ്മൾ കൊറിയർ മേടിക്കുമ്പോൾ നശിച്ചു പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് വെസ്റ്റ് ബംഗാൾ വരെയും 10 മണി അയച്ചു കൊടുക്കുന്നുണ്ട്. ആന്ധ്ര, ബാംഗ്ലൂർ, തമിഴ്നാട്, അങ്ങനെ എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. 10 മണി നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊറിയർ കിട്ടുമ്പോൾ നിങ്ങൾ ഇന്നോ നാളെയോ മറ്റന്നാളോ നട്ടാലും മതി. കാരണം അതിൻ്റെ ലീഫ് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് ആ സ്റ്റെമ്മ് മാത്രം കിട്ടുന്ന അവസ്ഥയിൽ അതിൻ്റെ പൂ ഇരിക്കുന്ന പോർഷൻ കിള്ളിക്കളയുക. തുടർന്ന് പൂ വരാതിരിക്കാൻ കിള്ളിക്കളഞ്ഞിട്ട് വേണം നിങ്ങളത് നടേണ്ടത്. നട്ട് കഴിഞ്ഞാൽ ഇലയില്ലാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൊട്ടിക്കിളിച്ച് ചുറ്റിലും നല്ല ശിഖരങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചകിരിച്ചോറൊന്നും ചേർക്കണ്ട, മണലും ഒന്നും വേണ്ട. വെറും മണ്ണിനകത്ത് നന്നായിട്ട് ചാണകപ്പൊടി ചേർക്കുക. മണ്ണിനകത്ത് ചാണകപ്പൊടി ചേർത്തിട്ട് ഈ കമ്പ് നിങ്ങൾക്ക് കുത്തിവെക്കാം. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ, നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ ചോട് ഉണങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് കിള്ളിക്കളഞ്ഞിട്ട് ചോട് മാത്രം ഒന്ന് നുള്ളിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നട്ടുവയ്ക്കാം. ഒരു 4 ദിവസം കൊണ്ട് തന്നെ അതിന് റൂട്ട് വന്നു തുടങ്ങും. 10 മണിക്ക് വളരെ വേഗത്തിലുള്ള വളർച്ചയാണ്. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ടാണ് നട്ട് കഴിഞ്ഞത്. ശരിക്കും കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ വളം നമുക്കതിൽ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ചാണകം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കൊന്നയില, ഇതെല്ലാം കൂടി വെള്ളത്തിൽ കലക്കി ഇട്ടേക്കും. അപ്പോൾ ഒരാഴ്ചയോളം ആകുമ്പോൾ ഇത് പുളിച്ച് കിട്ടും. ചെടി നടുമ്പോഴേ ഇത് കലക്കി ഇട്ടേക്കും.
അപ്പോൾ ചെടിക്ക് ആദ്യം വളം കൊടുക്കേണ്ട ദിവസമാകുമ്പോൾ ഇത് നല്ലതായിട്ട് പൊളിച്ച് കിടക്കും. അപ്പോൾ 1 കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ ഒരു 10 കപ്പ് പച്ചവെള്ളവും കൂടി അതിൽ ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. ആദ്യമായിട്ട് പൂ വരുമ്പോൾ നിങ്ങൾ പൂ കാണാൻ നിർത്താതെ അതും കിള്ളിക്കളയണം. അപ്പോൾ നല്ലതായിട്ട് ശിഖരങ്ങൾ വരും. അപ്പോൾ ഒരു ചെറിയ എമൗണ്ടിൽ ഒരു 1000 രൂപയിൽ നിന്ന് ഒരു നവംബർ മുതൽ മെയ് വരെ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു കാര്യമാണ് 10 മണി വളർത്തൽ. പിന്നെ അതിന് വരുന്ന കീടബാധ, മീലി ബഗ് പോലുള്ള അസുഖങ്ങളാണ് വരുന്നത്. ആ മീലി ബഗ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകിൽ റോഗർ അല്ലെ എക്കാലക്സ് അങ്ങനെയുള്ള ഏതെങ്കിലും കീടനാശിനികൾ ലൈറ്റായിട്ട് നമ്മൾ അത് വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വേപ്പെണ്ണയൊക്കെ ചേർക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേപ്പെണ്ണയൊക്കെ ചേർക്കുക എന്ന് പറയുന്നത് വീട്ടിൽ 1-2 ചെടി വളർത്തുന്നവർക്ക് പറ്റും. പക്ഷേ കുറച്ചധികം ഏരിയയിൽ ചെയ്യുന്നവർക്ക് ജൈവ കീടനാശിനികൾ 10 മണിയുടെ കാര്യത്തിൽ സക്സസ് ആവില്ല. കാരണം ഇത് പെട്ടെന്ന് ഈ മീലിബഗ് പോലുള്ള കീടങ്ങൾ പടർന്നു പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രാസ കീടനാശിനി തന്നെ തളിച്ചാലാണ് പെട്ടെന്നത് ശരിയാവുന്നത്. ആഴ്ചയോടാഴ്ച തന്നെ നമുക്കിതിൻ്റെ കട്ടിങ് എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, സെയിലിന് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ തന്നെ നേഴ്സറികളിൽ കവറിലാക്കി ഓർഡർ എടുത്ത് കവറിലാക്കി നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു വരുമാനമാണ്. ചെറിയ 4-2 കവറിലൊക്കെ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. അത് നമുക്കൊരു കവർ 10 രൂപ വെച്ചൊക്കെ നേഴ്സറിയിൽ നിന്ന് കിട്ടും. അല്ലാതെ രണ്ടാമത്തെ വിധമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ വഴി നമുക്കിത് വിറ്റെടുക്കാം. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന, ഫുൾ ടൈം അല്ലെങ്കിലും ചെറിയൊരു സീസണിൽ നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ് ഈ 10 മണി വളർത്തൽ. ഇനി നമ്മൾ 10 മണി നടേണ്ടത് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വെയിലുള്ള പോർഷൻ വേണം നമ്മളിതിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. എനിക്കിപ്പോൾ ഞാൻ ഇത്തവണ ടെറസിൻ്റെ മുകളിലാണ് എടുത്തേക്കുന്നത്. നല്ല വെയിൽ എനിക്കിപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നിലത്ത് ചെയ്യുന്നവർക്കാണെങ്കിലും അതൊരു 10 ഗ്രോ ബാഗിൽ ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിൻ്റെ ചുവരിലോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വെയിൽ വേണം. ഒരു മരം പോലും ഇല്ലാത്ത നല്ല വെയിലുള്ളിടത്ത് ചെയ്താലാണ് ഇത് നമുക്ക് 100% സക്സസ് ആക്കി വിജയിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഗ്രോ ബാഗിൽ വളർത്താം, നിലത്ത് വളർത്താം, ചെടിച്ചട്ടികളിൽ വളർത്താം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ടെറസിൻ്റെ മുകളിൽ നമ്മുടെ സ്ക്രാപ്സിൽ നിന്ന് മേടിച്ച 5 രൂപ വീതം കൊടുത്ത് മേടിച്ച ടയറിൽ വരെ വളർത്തിയിട്ടുണ്ട്. അപ്പം ടയറിൽ ഒരു 10 ടയറുണ്ടെങ്കിൽ ആ 10 ടയറിൽ നിങ്ങൾക്ക് ഒരു 5-6 കളറുകൾ വീതം കുത്തിക്കൊടുത്ത് നിങ്ങൾക്ക് ആ ടയറുകളിലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇത്തിരി സ്ഥലം കണ്ടെത്തിയാൽ മതി. പിന്നെ അതേപോലെ തീരദേശം പോലുള്ളവർക്ക് മണൽ മാത്രമുള്ള ഏരിയ, കടലോര പ്രദേശങ്ങളിൽ അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ആ മണലിലാണെങ്കിൽ നന്നായിട്ട് ചാണകപ്പൊടി ചേർത്താൽ മതി. ചാണകപ്പൊടി ചേർത്തിട്ട് നമുക്ക് നടാം. ഒരു കാരണവശാലും മണ്ണിൽ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ മിക്സ് ചെയ്യരുത് നിങ്ങൾ 10 മണി ചെടി നടുമ്പോൾ. കാരണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ചെടി ചീഞ്ഞു പോവും. നേരിട്ട് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോവും. അത് നിങ്ങൾ ചാണകത്തിൻ്റെ കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ തെളി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കൊറിയറിൽ 10 മണികൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്കറിയാലോ വൈകിട്ടായിരിക്കും കൊറിയർ കിട്ടുന്നത്. നമ്മൾ DTDC കൊറിയർ വഴിയായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് കൊറിയർ കിട്ടിയാൽ നിങ്ങൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ആ 10 മണി നിരത്തിയിടുക. നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങളെല്ലാവരും ജോലി തിരക്കുള്ളവരായിരിക്കും. പിറ്റേന്ന് രാവിലെയും നിങ്ങൾ നടണ്ട. ആ പിറ്റേ ദിവസം വൈകിട്ട് നിങ്ങളത് നടാൻ തുടങ്ങിയാൽ മതി. ഇലയെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം പിറ്റേ ദിവസം വൈകിട്ട് നിങ്ങൾ നട്ടാൽ മതി. അപ്പോൾ വൈകിട്ട് നട്ടതിന് ശേഷം അന്നത്തെ ദിവസം നല്ലതുപോലെ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ വെള്ളം കൊടുക്കണ്ട, 3ൻ്റെ അന്ന് വീണ്ടും വെള്ളം കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 10 മണിക്ക് നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണ്ട. കൊടുക്കുന്ന ദിവസം ഇന്ന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നന്നായിട്ട് നനയ്ക്കുക, നാളെ നനയ്ക്കണ്ട, പിന്നെ മറ്റന്നാൾ നനച്ചാൽ മതി. അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തി ഒലിച്ച് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ശക്തിയിൽ വെള്ളം ഒഴിക്കരുത്. അതിൻ്റെ ചുവടിൽ നിന്ന് ചീയൽ കയറി വരും. നല്ലതുപോലെ നീർവാർച്ച, വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്നുണ്ടോ എന്ന് എന്തായാലും നമ്മൾ നോക്കുക. പിന്നെ വെള്ളം ഒഴിക്കാൻ അനുയോജ്യമായ ടൈം എല്ലാ ദിവസവും വൈകിട്ട് തന്നെ ആയിരിക്കണം.
കാരണം രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച് ആ മണ്ണ് തണുത്ത് നിൽക്കുകയായിരിക്കും. ആ തണുത്ത മണ്ണിലോട്ട് 10-11 മണി കഴിയുമ്പോൾ ഉള്ള ചൂടും കൂടി തട്ടുമ്പോഴത്തേക്ക് ആ തണുപ്പും ചൂടും കൂടി ഇരുന്ന് ചെടിയുടെ ചുവട് അവിഞ്ഞു പോകും. അവിഞ്ഞ് ചെടിയെല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം നന കൊടുക്കുക. അപ്പോൾ രാത്രി മൊത്തം ആ ഒരു കൂളിങ്ങിൽ നിൽക്കും. പിറ്റേ ദിവസം വൈകിട്ട് വരെയും ആ കൂളിങ്ങിൽ തന്നെ നിന്നോളും. അങ്ങനെ നനച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞാനിത് സെയിൽ ചെയ്യുന്നത് 3 രീതിയിലാണ് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് 3 വർഷവും ഈ 3-4 വർഷം കൊണ്ട് ഒരുപാട് ചാനലുകളിൽ നമ്മുടെ വാർത്ത വന്നിരുന്നു, പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു. ലോകം മുഴുവൻ തന്നെ നമ്മുടെ 10 മണിയുടെ സെയിലിനെ പറ്റി അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നഴ്സറിക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. നഴ്സറിക്കാർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ കവറുകളിൽ പിടിപ്പിച്ചിട്ടാണ് അവർക്ക് 10 രൂപ വെച്ച് നമ്മൾ കവറുകളിൽ പിടിപ്പിച്ച് കൊടുക്കും. അത് നഴ്സറിക്കാർക്ക് മാത്രം. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ സെയിൽ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ DTDC കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യും. വാട്സപ്പ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ അവർക്ക് ഡീറ്റെയിലുകൾ കൊടുക്കും. 50 കളർ 100 കളർ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 50 കളർ എടുക്കുന്നവർക്ക് 500 പ്ലസ് കൊറിയർ ചാർജ്. മൊത്ത കളറും എടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള മൊത്ത കളറും എടുക്കുന്നവർക്ക് 1000 പ്ലസ് കൊറിയർ ചാർജ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ DTDC കൊറിയർ മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓൾ ഇന്ത്യ DTDC കൊറിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.